അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ റീലിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒരുങ്ങിയിട്ട് പോകുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കുട്ടികളിനൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്, കാരണം ഉമ്മാക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ട് പോകണം, കുട്ടികളെ നോക്കാൻ വീട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ, ഇപ്പോൾ മാത്രമല്ലേ. അപ്പം എല്ലാവരെയും നേരത്തെ എണിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞാനും സിസ്റ്ററും മക്കളും എല്ലാവരും കൂടെ പോവുകയാണ്. ഇവിടെ ഭയങ്കര നോയ്സ് ഉണ്ടാവും. റോഡ് സൈഡിലാണ് കേട്ടോ വീട്, വണ്ടികൾ പോണതും കുട്ടികളുടെയും ഒക്കെ ഉണ്ടാവും. ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാറിലൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഓരോ ബ്ലാക്ക് ടീ മാത്രം കുടിച്ചിട്ടാണ് പോണത് കേട്ടോ. ഞാൻ അവിടുന്ന് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഇതാ റെഡിയായി കാറിലൊക്കെ കയറി ഞങ്ങളെല്ലാവരും കൂടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. എന്തിനാണ് പോണത് എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, ബിഗ് സ്റ്റീയുടെ ഒരു അവാർഡ് മീറ്റപ്പ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ചെറിയൊരു അവാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ലൈഫിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവാർഡും ഇത്രയൊരു ലെവലിലൊക്കെ എത്താനൊക്കെ പറ്റിയത്. നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എൻ്റെ എഫേർട്ടും നിങ്ങളുടെ സപ്പോർട്ടും രണ്ടും ഈക്വൽ അങ്ങനെയല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഇതാ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പം ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങളിങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ പൊറോട്ട, ഇടിയപ്പം, പത്തിരി ഇങ്ങനത്തെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു. ബീഫും ചിക്കൻ കറി, വെജ് കുറുമ എല്ലാം ഓർഡർ ചെയ്തു. പലരും പല ടൈപ്പ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വെറൈറ്റി ഓർഡർ ആക്കേണ്ടി വന്നു കേട്ടോ. എൻ്റെ മക്കൾ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവർ പൊറോട്ട കഴിച്ച് പിന്നെ ഞാൻ രാവിലെ തന്നെ പൊറോട്ട കഴിക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടിയപ്പം അങ്ങനത്തെയൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഇനി സമയം വൈകണ്ട എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ അങ്ങനെ നിർത്തിയത്. അപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ പോകണം, അവിടുത്തെ ഫംഗ്ഷൻ ഭയങ്കര ഒരു ടെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ ഒരു സംഭവത്തിന് പോകുന്നത്, അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. എല്ലാവരുടെയും പോലെ എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട്. ജസ്റ്റ് അവാർഡ് മേടിക്കാനാണെങ്കിലും സ്റ്റേജിൽ കയറണ്ടേ എന്നുള്ളൊരു ടെൻഷൻ, പിന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ എങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുപ്പത്തിയേറിന് ഫുഡ് കഴിക്കാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. പിന്നെ അവൾ ആക്റ്റീവായി ഫുഡൊക്കെ കഴിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. അപ്പോൾ ഫുഡ് നന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും. ഭയങ്കര സന്തോഷമല്ലേ അവർക്ക്. ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ പറയും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ, അത് അത്ര ശരിയായിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് അത് വീണ്ടും ശ്രദ്ധിക്കാമല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് ഞാനത് പറയുന്നത്. എന്തൊരു സ്റ്റൈലെത്തിയാണ്. അങ്ങനെ അവളുടെ സോങ് കേട്ടല്ലോ, എന്താണ് സംഭവം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ കോൾ ചെയ്തപ്പോൾ ഉള്ളിലോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ഉള്ളിലോട്ട് പോയി. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ആരെയും അറിയാത്തത് കൊണ്ട് ഞാൻ അവളെയും കൂട്ടി. നീ അങ്ങനെ കാറിൽ പോയിരിക്കണ്ട, അവരുടെയൊക്കെ പ്ലാന് ജസ്റ്റ് അവിടേക്കൊന്ന് ചുറ്റി ഒരു ഫിലിമിനൊക്കെ കയറണം എന്നൊക്കെയാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവളിനെ സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട്, പേടിയെന്നല്ല, ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളിലോട്ട് മേലെ ഒരു സെക്കൻഡ് ഫ്ലോറിലോ അങ്ങോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. പിന്നെ ഒരു റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു കേട്ടോ. ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് എത്തിയത് നമ്മളാണെന്ന് തോന്നുന്നു കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല, അതായത് ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടീൻ്റെ കൂടെ ഞാൻ കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു, ബലൂൺ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയുന്നൊരു കപ്പിൾസ് വന്നു. ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അറിയായിരുന്നു, മുബീൻ നജീബ് എന്നാണ്
നജീബ് മുബീന അങ്ങനെ എന്തോ ആണ് കേട്ടോ അവരുടെ പേജിൻ്റെ പേര്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. പിന്നെ കുറേ ആൾക്കാർ വന്ന് അവരിനെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ കപ്പിൾസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുറേ പേർക്ക് അറിയായിരിക്കും അവരെ, എനിക്കും അറിയാം കേട്ടോ. അപ്പോൾ ആകെ അറിയുന്നത് അവർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ അവിടെ പോയി പരിചയപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല, അതായത് സീറ്റ് നമ്പർ അത് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. നേരത്തെ വന്നതുകൊണ്ട് ഉള്ളിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ രജിസ്ട്രേഷനും ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ അനിയത്തിയുടെ മോളൊക്കെ വന്ന് എന്തൊക്കെയോ ആക്കുന്നുണ്ടായിരുന്നു. അവളും കുറേ സമയം അതിൽ കൂടി ചുറ്റി കറങ്ങുന്നുണ്ട്. അവളുടെ ഒരുപാട് ഫോട്ടോസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. കാരണം നല്ല ഫോട്ടോ ഫേസ് ഉണ്ട് മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ തനിയെ നിർത്തിയിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടലി വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഭയങ്കര, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പോയിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സായിട്ടുണ്ടാവുമായിരുന്നു. കാരണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ കാര്യം എന്താ പറയുക, ഭയങ്കര മൂപ്പരുണ്ടാവുമല്ലോ എൻ്റെ കൂടെ എങ്ങോട്ട് പോകുമ്പോഴും. അപ്പം പിന്നെയാണ് ഇങ്ങനെ അനിയത്തിയും ഹസ്ബൻഡൊക്കെ വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേരിനെ നമുക്ക് കണ്ട് പരിചയമുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും അവർക്കും നമ്മളെ അധികം ആർക്കും കണ്ടൊന്നും പരിചയം ഉണ്ടാവില്ലായിരിക്കാം മേ ബി. ഈ ഒരു കുട്ടിയായിട്ട് ഞാൻ കുറച്ച് കമ്പനിയായി. അവളുടെ ചാനലിൽ അവൾ സോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക കേട്ടോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ബിസിനസ് ടോക്ക് സമയം കൊടുത്തു. എന്റെ പേജിൽ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ഒഴിവാക്കിക്കാതെ ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ. നിലവിലുള്ള നാഷണൽ ടീം ക്യാപ്റ്റനാണ് വൈശാഖ്. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലുള്ള ഒരു വേദിയിൽ വന്ന് നിൽക്കാനും ഇങ്ങനെ ഒരു ഇത് വാങ്ങാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ പലരെയും ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണലുണ്ട്. വരുന്നതിന് മുമ്പ് ഭയങ്കര പേടിയായിരുന്നു ഈ സോഷ്യൽ മീഡിയയെ പറ്റി. കാരണം നമ്മൾ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിലൊരുപാട് നെഗറ്റീവ്സ് ക്ലാപ്പ് കൊടുത്തു.
പോരാ. കമ്പനി ഇൻഫ്ലുവൻസറാണ്. മാപ്പ് എല്ലാവരും മറന്നുപോയോ? ഈ മാപ്പ് കൊടുക്കട്ടോ. താങ്ക് യു. പിന്നീട് അങ്ങോട്ട് അവാർഡ് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. മോള് ഈ അവാർഡ് പിടിച്ചിട്ട് അതിന് ഉമ്മ കൊടുത്തോണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവൾ എനിക്ക് ഉമ്മ തരുന്നില്ല. അവൾ അവാർഡിലാണ് ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞതോടുകൂടി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് കിട്ടി, കാരണം അവർ ഫിലിമിന് കയറിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അറിയാത്തൊരു സ്ഥലം. അപ്പം അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മോളുള്ളതൊക്കെ നമ്മളോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ. അതിന് മുമ്പ് നമ്മളൊരു കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കിട്ടാണ് പോയത്. അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു കഫേ ഉണ്ട് കുറച്ചപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ജസ്റ്റ് ഓരോ ജ്യൂസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓറഞ്ച് സോഡ, ഒന്ന് നോർമൽ ഓറഞ്ച് ജ്യൂസ് വേണ്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാനത് അവരോട് പറഞ്ഞു, നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഇതിനേക്കാൾ ടേസ്റ്റുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്കെപ്പോഴും കിട്ടാറുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ മോളിത് അവിടേക്ക് കുറേ നേരം കളിച്ചു. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചെറിയൊരു മോളാണ്, നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങുകയൊന്നും ചെയ്തില്ല. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി. അപ്പം ഇവിടുന്ന് എന്താ കൽപ്പക തിയേറ്ററോ അങ്ങനെ എന്തോ ഒരു തിയേറ്ററിലാണ് കേട്ടോ അവർ പോയിരിക്കുന്നത്. സൈഡിലൊക്കെ നിറയെ ചെടിയുണ്ട്, നല്ല നീറ്റായിട്ടുള്ള പ്ലേസ്, എനിക്കിഷ്ടമായി. അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ലേഡി വന്നിട്ട് വ്ളോഗൊക്കെ ചെയ്യാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട്. അപ്പം അവർ നമ്മളെ കണ്ട് മനസ്സിലായപ്പോൾ നമുക്കത് സന്തോഷമായിട്ടോ. പിന്നെ അതേപോലെ മോന് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഉമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരും വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോള് കണ്ടില്ല, മോൾക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അവാർഡിനെ തട്ടിയിരിക്കുക. അവളെ അവാർഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. മുഖം നോക്കിയേ, എന്തൊരു ദേഷ്യമാണ് പെണ്ണിന്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫിലിം കഴിയണവരെ അവിടെ പോസ്റ്റായി എന്ന് പറഞ്ഞാലും പോരെ, പോസ്റ്റായി. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പോഴാണ് നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാങ്ങ കഴിച്ചില്ല, ഞാൻ പൈനാപ്പിളാണ് കഴിച്ചു. മാങ്ങ അവരെല്ലാവരും കഴിച്ചു. പിന്നെ നമ്മുടെ മിഠായി ഇല്ലേ, അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കണേ ലൈക്ക്, ഷെയർ ചെയ്യുക. ബൈ.